എം സ്വരാജ് പുസ്തകം അയച്ചു നൽകിയിട്ടല്ല പുരസ്കാരം നൽകിയതെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ 4 മാസം മുൻപ് തുടങ്ങിയ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് അവാർഡ് പ്രഖ്യാപിച്ചതെന്ന് CP അബൂബക്കർ വ്യക്തമാക്കി. ഇത്തവണ അവാർഡ് കിട്ടിയ 16 പേരിൽ 11 പേര് പുസ്തകം അയച്ചു തരാതെയാണ് അവാർഡ് കിട്ടിയത്. അതിൽ സ്വരാജും പുസ്തകം അയച്ചു തന്നിട്ടില്ല. സ്വരാജ് എന്നല്ല, ആരും അവാർഡിന് അയക്കുന്ന അവസരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്ന പ്രശ്നമില്ല, പുസ്തകം അയക്കുക മാത്രമാണ്. ചില ആൾ പുസ്തകം അയക്കും, അല്ലാത്ത പുസ്തകങ്ങൾ ഞങ്ങൾ അക്കാദമി ലൈബ്രറിയിൽ നിന്ന് എടുത്ത് കൊടുക്കും. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, നമുക്കറിയാവുന്നതുപോലെ അവാർഡ് നിരസിക്കുന്ന സ്വരാജിന്റെ പ്രതികരണം വരുന്നു. അതിനുശേഷം അത് അത്തരത്തിലേക്ക് വാർത്തയായി മാറുമ്പോൾ ഇപ്പോൾ അക്കാദമി വിഷയത്തിൽ നൽകുന്ന പ്രതികരണം എന്താണ്, വിശദീകരണം എന്താണ്? അനുജ, ഈ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ അവാർഡ് നിരസിച്ചുകൊണ്ടുള്ള എം സ്വരാജിന്റെ പോസ്റ്റ് വന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം കടുത്ത സൈബർ ആക്രമണമാണ് എം സ്വരാജിനെതിരെ ഉണ്ടായത്. ഈ അവാർഡിന് വേണ്ടി പുസ്തകം അയച്ച് സ്വരാജ് തന്നെ ഈ അവാർഡ് സ്വയം അപേക്ഷിച്ച് വാങ്ങുകയായിരുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച സാഹിത്യ അക്കാദമിയോട് വിശദീകരണം തേടിയത്. അതിലാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി കൂടിയായിട്ടുള്ള CP അബൂബക്കറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് 11 പേർക്ക് ഇതിൽ അവാർഡ് പ്രഖ്യാപിച്ചത് അവർ നേരിട്ട് പുസ്തകം നൽകി അപേക്ഷിച്ചതുകൊണ്ടല്ല, പകരം സാഹിത്യ അക്കാദമി തന്നെ അവരെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് ഇപ്രകാരമാണ്. അതായത് സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിലേക്ക് പ്രതിവർഷം എല്ലാ പുസ്തകങ്ങളും ശേഖരിക്കും. അത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ശേഖരിക്കും. അവ പരിശോധിച്ച് അത് ഓരോ കാറ്റഗറി, കവിത, കഥാസമാഹാരം, അങ്ങനെ ഓരോ കാറ്റഗറി 10 പേരടങ്ങുന്ന ഒരു ഉപസമിതി പരിശോധിക്കും. ആ ഉപസമിതി പരിശോധിച്ചത് പിന്നീട് 3 പേരടങ്ങുന്ന ഒരു ജൂറി പരിശോധിച്ച് ആ ജൂറിയാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ സ്വരാജ് അപേക്ഷിച്ചത് പ്രകാരമല്ല ഈ അവാർഡ് നൽകിയത്. അതോടൊപ്പം തന്നെ സ്വരാജ് ഈ അവാർഡ് തിരസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം കൂടി സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവാർഡ് പ്രഖ്യാപിക്കാനുള്ള അധികാരം സാഹിത്യ അക്കാദമിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ അവാർഡ് നിരസിക്കുന്നതിന് സ്വരാജിനുമുള്ള അധികാരം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. എന്തായാലും ഈ പ്രതിപക്ഷ വിമർശനം അടക്കം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണവുമായി സാഹിത്യ അക്കാദമി കൂടി രംഗത്തെത്തിയതെന്നുള്ളത് ശ്രദ്ധേയമാണ്. അനുജ, സാഹിത്യ അക്കാദമി പുരസ്കാരം എം സ്വരാജ് നിരസിച്ചതിന് പിന്നാലെയാണ് അത് വലിയ വിവാദവും വിമർശനവുമായി മാറിയത്. ഇപ്പോൾ മറുപടിയുമായി സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ രംഗത്തെത്തിയിരിക്കുന്നു. എം സ്വരാജ് അവാർഡിന് അപേക്ഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്.